ഇനി കൊച്ചിയിലേക്ക് വന്നാൽ ആലുവയിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ മാർക്കറ്റ് പരിസരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കാട് വെട്ടിത്തെളിക്കും, സാമൂഹ്യ വിരുദ്ധ ശല്യം ഒഴിവാക്കുമെന്നൊക്കെയായിരുന്നു ആ കുഞ്ഞിന്റെ മൃതശരീരം അവിടെ നിന്ന് എടുക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉറപ്പ്. അവിടേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ ജില്ലയിലെ ബ്ലാക്ക് സ്പോട്ടുകൾ ഇല്ലാതാക്കുമെന്ന കളക്ടറുടെ ഉറപ്പ് പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. മാർക്കറ്റ് സമയം കഴിഞ്ഞാൽ ഈ പ്രദേശം ഇപ്പോഴും വിജനമാണ്. ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിന് ശേഷം പ്രദേശത്ത് സ്ഥാപിച്ച CCTV ക്യാമറ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹിക വിരുദ്ധരുടെ ശല്യമില്ലെന്നാണ് മാർക്കറ്റിലുള്ളവർ പറയുന്നത്. നമുക്ക് ആദ്യം പഴയ ദൃശ്യങ്ങളൊന്ന് കാണാം. ആലുവയിൽ നിന്ന് സൈഫുനിസ അലിയാർ നമുക്കൊപ്പമുണ്ട്. സൈഫുനിസ അലിയാർ, കഴിഞ്ഞ വർഷം 6 വയസ്സുള്ള ആ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഒരു ഫ്രൂട്ടി വാങ്ങിക്കൊടുത്ത് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഇടമാണ്. അവിടം വൃത്തിയാക്കും, അവിടെ ഇതുപോലെയുള്ള ഒരു സാമൂഹിക വിരുദ്ധനും കടന്നിരിക്കാൻ കഴിയാത്ത അവസ്ഥയാക്കും, മാർക്കറ്റ് നവീകരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇന്ന് നമ്മൾ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് സൈഫുനിസ? സുജയ പാർവതി, തീർച്ചയായും അന്ന് കളക്ടർ പറഞ്ഞത് ഇവിടെ എല്ലാം ക്ലീനാക്കും, ഇവിടെ എല്ലാം വൃത്തിയാക്കും, ഈ ഭാഗമെല്ലാം ഇനി എല്ലാവർക്കും കളച്ചെല്ലാം കഴിയുന്ന സ്ഥലം പോലെ തുറസാക്കി മാറ്റുമെന്നുള്ളതായിരുന്നു. പക്ഷേ സുജയ പാർവതിയും അന്ന് ആ സംഭവം നടന്നതിന് പിന്നാലെ ഈ ഭാഗത്തേക്ക് എത്തിയതാണ്. അന്ന് കണ്ടതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ മാർക്കറ്റിന്റെ ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ ആ പെൺകുഞ്ഞിനെ മൃതദേഹം കണ്ടെത്തിയ ഈ ഭാഗത്ത് വന്നിരിക്കുന്നതെന്ന് സുജയ പാർവതിക്ക് തന്നെ ഏകദേശം ബോധ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അന്നുള്ള അതേ കാടുകൾ തന്നെ ഇപ്പോഴുമുണ്ട്, അന്നുണ്ടായിരുന്ന അതേപോലെ തന്നെ ഈ ഭാഗം ഇപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ഒരു ശ്രദ്ധ ഇവിടെ കൂടുതൽ ഇപ്പോൾ ഈ മാർക്കറ്റിലെ തൊഴിലാളികളുടെ അടക്കമുള്ളവരുടെ ശ്രദ്ധ ഈ ഭാഗത്ത് കുറച്ചുകൂടി അവർ ശ്രദ്ധ പതിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് സാമൂഹ്യ വിരുദ്ധർ വരുന്നില്ല. ഇപ്പോൾ തന്നെ അറിയാം, നമുക്ക് ഈ ഭാഗം ഒരു വിജനമായ പ്രദേശമാണ്. എറണാകുളം ചാക്കുകൊണ്ട് മൂടി കിടന്നിരുന്നത് ഇപ്പോൾ അവിടെ ആ ചെറിയ ഒരു തൈ വളർന്ന് വരുന്ന ആ ഭാഗത്താണ് ആ കുഞ്ഞിന്റെ മൃതദേഹം കിടന്നിരുന്നത്. അവിടെ നേരത്തെ തന്നെ ഇപ്പുറത്തെല്ലാം വലിയ മാലിന്യ കൂമ്പാരവും ഒക്കെ ആയിരുന്നു. ആ മാലിന്യ കൂമ്പാരത്തിന്റെ ഇപ്പുറത്ത് നിഷ്പ്രയാസം ആ കുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിച്ചു പോകാൻ ആ ക്രൂരനായ കൊലയാളിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ പൂർണ്ണമായ ഒരു നവീകരണത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു സൂചനകൾ നമുക്ക് കണ്ടു തുടങ്ങാം. കുറച്ചെങ്കിലും പോസിറ്റീവായ ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ആ തൊഴിലാളികളുടെ മുൻകൈയെടുക്കലൊക്കെ ഒരു തരത്തിൽ ഭാഗികമായെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ സൈഫുനിസ? തീർച്ചയായും സുജയ, മാർക്കറ്റിലെ തൊഴിലാളികൾ, കാരണം അന്നും അവർ കണ്ടതാണ് ഈ ക്രൂരനായ ഹസ്ബക്കാലം ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ഭാഗത്തേക്ക് വരുന്നത്. അന്ന് അവർ ചോദ്യം ചെയ്തതാണ്, പക്ഷേ ഇയാൾ മദ്യപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ കൂടുതൽ ചോദ്യം ചെയ്യാതിരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഭാഗത്ത് ഇപ്പോഴും ആളുകളുടെ ശ്രദ്ധ കൂടുതൽ വേണ്ട ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ അധികാരികളുടെയും ശ്രദ്ധ വേണ്ട സ്ഥലമാണ്. ഒരു കാട് മൂടിക്കിടക്കുന്ന പ്രദേശമാണ്, പുഴയുടെ സമീപമാണ്, ഈ ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഒരാൾ പെട്ടെന്ന് ഈ സമയത്ത്, കാരണം ഇപ്പോൾ മാർക്കറ്റ് ഒഴിഞ്ഞ സമയമാണ്, മാർക്കറ്റിലൊന്നും ആളുകളില്ലാത്തൊരു സമയമാണ്. ഈ സമയം ഇവിടേക്ക് ആരെങ്കിലും വന്നാൽ പോലും പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ തൊഴിലാളികൾ എല്ലാ സമയത്തും ഉള്ളത് കൊണ്ട് മാത്രം അത് നമുക്ക് കുറച്ച് ഇടമായി നിൽക്കുന്നു. എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ വേണ്ട ഒരു ബ്ലാക്ക് സ്പോട്ടായി ആ ഭാഗം. കാരണം മാർക്കറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ അവിടെ വന്ന് എന്ത് ക്രൂരത കാട്ടിയാലും ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. CCTV ക്യാമറകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ CCTVയുടെ കണ്ണിൽപ്പെടാതെ വന്നിരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ അവിടെ ബാക്കിയുണ്ട് താനും. സൈഫുനിസ അലിയാറാണ് ആലുവയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക്